കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്ന് ദൈവസഭയ്ക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നാളുകൾക്ക് ശേഷം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ദൈവമുൻപാകെ മുക്കിളമടക്കുവാൻ കർത്താവ് നമുക്ക് ഒരവസരവും കൂടി തന്നു. കർത്താവിൻ്റെ സഭ അതിന് ഉപവാസത്തോടെ ഇരിപ്പാൻ ക്ഷണിപ്പാൻ ഇടയായി തീർന്നു. അതിലൊരു സന്തോഷവും ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. കാരണം ചില വിഷയങ്ങൾക്ക് വിടുതൽ പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകത ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൽ കടന്നു വന്നു സഹോദരങ്ങളെ കാണുവാനും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും എല്ലാം കർത്താവ് ഇടയാക്കി തീർന്നു. വന്നിരിക്കുമ്പോൾ തന്നെ അതിൻ്റേതായ ആശ്വാസവും സമാധാനവും ഉണ്ടായി. അങ്ങനെ സ്വസ്ഥമായിരിക്കാൻ കർത്താവ് കൃപ നൽകി. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ നമ്മുടെ സഭയെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. ലോകത്തിൽ നമുക്ക് അനേക പ്രസ്ഥാനങ്ങളുണ്ട്. നമ്മൾ ചേർന്ന് പോകുന്ന അനവധി കൂട്ടായ്മകളുണ്ടാകാം. നമ്മൾ സ്കൂളിൽ പോകുന്നുണ്ട്, ജോലി സ്ഥലത്ത് പോകുന്നുണ്ട്, പലയിടങ്ങളിലെല്ലാം നമ്മൾ കടന്നു പോകുന്ന അനുഭവമുണ്ട്. എന്നാൽ അതുപോലെയല്ല ദൈവസഭ. ദൈവസഭ എന്ന് പറയുന്നത് അവിടുത്തെ നിയമങ്ങൾ വേറെ, അവിടുത്തെ നടത്തിപ്പുകൾ വേറെ, അതെല്ലാം പ്രത്യേകതയാണ്. ഭൗതികമായ ചില നിയമങ്ങൾ ഉണ്ട് താൻ. എന്നാലും നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നതും നമ്മൾ പാലിക്കാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യം അവിടുത്തെ ആത്മീക നടത്തിപ്പാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്ന പോലെ രാജകോലാഹലം അവരുടെ ഇടയിൽ ഉണ്ട്. രാജകോലാഹലം എന്ന് പറഞ്ഞാൽ രാജകൊട്ടാരത്തിൽ എല്ലാവരും സംസാരിക്കുന്നതിനും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നതിനൊക്കെ അതിൻ്റെതായ ചട്ടവട്ടങ്ങളുണ്ട്. കാരണം രാജാവുണ്ട്, രാജാവിൻ്റെ മുൻപിൽ വാളുമായിട്ട് അംഗരക്ഷകരുണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ നിയമപ്രകാരമാണോ എന്ന് അന്വേഷിക്കാൻ ആളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എവിടെ നോക്കിയാലും ഒരു ഭയം. ചിലവർ രാജകൊട്ടാരത്തിലാണെങ്കിൽ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ഒറ്റുകാരെങ്കിലും ഉണ്ടോ, രാജാവിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും ഉണ്ടോ, രാജ്യദ്രോഹികളായിട്ട് ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും അവിവേകമായിട്ട് നടക്കുന്നുണ്ടോ, ക്രമം കെട്ട് നടക്കുന്നു, ഇതെല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനായിട്ട് ഒരാളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് മാത്രമേ നടക്കുള്ളൂ. അവരെല്ലാവരും രാജാവ് നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞ് രാജാവിൻ്റെ കാൽക്കൽ വീഴുന്നു, വണങ്ങുന്നു വരും. പക്ഷേ ഉള്ളതുകൊണ്ട് അങ്ങനെ ആകണമെന്നില്ല. ഉള്ളതുകൊണ്ട് എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. മടുത്ത് എത്ര നാളായി ഇതും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അങ്ങോട്ട് വരുമ്പോൾ തൊഴണം, ഇങ്ങോട്ട് വരുമ്പോൾ തൊഴണം. പക്ഷെ ഒന്നും പുറമേ കാണിക്കാൻ പറ്റില്ല, അതൊക്കെ അകത്ത് ചിന്തിക്കാം. അങ്ങനെ ആണ് രാജകോലാഹലം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ദൈവസഭയിൽ രാജകോലാഹലമുണ്ട്. അതെങ്ങനെയാണെന്നറിയാം. പുറമേ ഉള്ളതല്ല നോക്കുന്നത്. എന്നാ എങ്ങനെയാണ്? ഹൃദയം കൊണ്ടാണ്. ഞാൻ ചിന്തിച്ചത് ശരിയായോ, ഞാൻ സംസാരിച്ചത് ശരിയായോ? എപ്പോഴും തങ്ങളെ തന്നെ പരിശോധിച്ച് ഒതുക്കിക്കൊണ്ടിരിക്കും. താനങ്ങളോട് തന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ദൈവസഭ. അതുകൊണ്ട് അതിൻ്റെ വെളിപ്പാടാണ് ദൈവസഭയുടെ സമാധാനം. അവിടെ പ്രശ്നങ്ങളില്ല. കാരണം എന്തെങ്കിലും അവിവേകമായിട്ട് സംസാരിക്കാൻ വരുമ്പോഴേ തന്നെ ഉള്ളിൽ ഒരു വാള്. അതേതാണ് ആ വാള്? അപ്പോൾ തന്നെ ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് ഒരാൾ എന്നോട് സംസാരിച്ച് ഇഷ്ടപ്പെട്ടില്ല, പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും ഇവനൊക്കെ ഒരു ശാപവാക്ക് വായിൽ നിന്ന് പുറമേ പറയില്ല, ഹൃദയം കൊണ്ട് പറയാൻ വന്നപ്പോഴേ തന്നെ ഉള്ളിലൊരു വാള്. എന്താണ് ആ വാള്? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്?
8:14 വേഗം വായിച്ച് സമയം കളയാതെ. ദൈവത്തിന്റെ സഭയിലുള്ള രാജകോലാഹലത്തിന്റെ കാരണം 16 വായിച്ച്. അതന്നെ കർത്താവിന്റെ സഭ. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ശലോമോന്റെ രാജകൊട്ടാരത്തിൽ അല്ലെങ്കിൽ രാജാവിന്റെ ഭൗതികമായ രാജകൊട്ടാരത്തിൽ പേടിച്ചാ നടക്കുന്നത്. കാരണം എന്താ? വാളുണ്ട്. അതെന്ത് വാളാ? കയ്യിൽ കൊല്ലം തീർത്ത ഇരുമ്പോണ്ടുള്ള ഒരു വാളാ. ഇത് വേറൊരു വാളാ. അതേതാ? വചനം എന്ന മായമില്ലാത്ത ആ വാളാ. അതെവിടെയാ? ഞാൻ എന്തെങ്കിലും ദേഷ്യപ്പെടാൻ നേരത്തെ ഉള്ളിൽ തന്നെ എന്നിലൊരു ആത്മാവ് കർത്താവ് വസിക്കാൻ തന്നിട്ടുണ്ട്. ആ വസിക്കാനുള്ള ആത്മാവ് പറയും, നീ ആരാ? നാം ആരാണ്? നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നീ ദൈവത്തിന്റെ പേരിൽ നീ എന്താ ചെയ്യാൻ പോകുന്നത്? സഹോദരനോട് കോപിക്കാൻ പോവാ? നീ കൊലപാതകനാ? നീ കൊലപാതകം ചെയ്യാൻ പോവാ? ഒക്കെ കേട്ടപ്പോൾ നടുങ്ങിപ്പോയി, അവിടെ ഇരുന്നു. അപ്പോ ലോകത്തിലുള്ള രാജകോലാഹലം എന്ന് പറഞ്ഞത് ഇരുമ്പ് കൊണ്ടുള്ള വാളിനെ പേടിച്ചിട്ട്, ദൈവസഭയിലുള്ള രാജകോലാഹലം എന്ന് പറയുന്നതോ ആത്മാവിന്റെ വാളിനെ പേടിച്ചിട്ടാണ്. ഈ പേടിയുള്ളവര് ആണ് സഭയിലുള്ളവർ ഉള്ളതെങ്കിൽ, ഈ വാദത്തിന് കീഴടങ്ങുന്നവരാണെങ്കിൽ ഒരു പ്രശ്നമില്ല, മര്യാദയ്ക്ക് ഇരുന്നോളൂ, ഒരു പ്രശ്നമില്ല. കാരണം എന്തു ചെയ്യാൻ വരുമ്പോഴും എന്ത് പ്രവർത്തിക്കാൻ വരുമ്പോഴും അരുതാത്തതാണെങ്കിൽ അപ്പോൾ തന്നെ ഈ ആത്മാവ് പറയും, നീ എന്താ ചെയ്യാൻ പോകുന്നത്? ആർക്കെതിരെയാ? എന്താ സംസാരിക്കാൻ പോകുന്നത്? എന്താ പ്രവർത്തിക്കാൻ പോകുന്നത്? ഇതിങ്ങനെ സദാശ്രയം വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടമാണ് ദൈവസഭ. അവരുടെ ജീവിതത്തിൽ അവർക്ക് പുറമെ എല്ലാവരും അദ്ദേഹം നല്ലൊരു മനുഷ്യനാട്ടോ, അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്, എല്ലാവരും പറയും. പക്ഷേ ദൈവത്തിൻ്റെ പൈതലിൻ്റെ മുഖം തെളിയില്ല. പുറമേ ഉള്ളവർ എന്തെല്ലാം പറഞ്ഞു പറഞ്ഞാൽ അവരുടെ മുഖം തെളിയണമെങ്കിൽ ഈ ആത്മാവ് പറയും. എന്തു പറയും? ഇപ്പോൾ നീ പറഞ്ഞത് ശരിയാ, നീ ആ ചെയ്തത് ശരിയാ, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും എന്തെല്ലാം പറഞ്ഞാലും അവന് വിഷയമല്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതാ, ഞാൻ ചെയ്തത് മേലാലും ചെയ്യും. കാരണം അവനോട് കൂടെ ആരുണ്ട്? ഈ അകത്ത് നിന്ന് വാദിക്കുന്ന ആത്മാവുണ്ട്. പിന്നെ അവൻ മനുഷ്യരെ പേടിക്കുമോ? മനുഷ്യരെ പേടിക്കില്ല. അതാണ് ഒരു ദൈവസഭയുടെ ഏറ്റവും പ്രധാനമായ നടത്തിപ്പിൻ്റെ ആധാരം. നമ്മൾ ആദ്യം ഇവിടെ പറഞ്ഞു കേട്ടല്ലോ, ഈ ആത്മാവാണ് നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവാണ് നമുക്ക് വേണ്ടത് എന്തെന്നറിയുന്നത്. അതായത് പ്രാർത്ഥിക്കുമ്പോൾ ആ ആത്മാവിൻ്റെ സഹായത്തോടുകൂടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. നമ്മളൊരു ഉദാഹരണം കേട്ടല്ലോ. എന്താ ഉദാഹരണം? 10 വയസ്സുള്ള ചെക്കനോട് ബൈക്ക് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കില്ല. അവൻ ചോദിക്കും, ഈ ബൈക്ക് വേണമെന്ന്. അവൻ ചോദിക്കാതിരിക്കില്ല, പക്ഷെ കൊടുക്കില്ല. കാരണം അവനെ പോറ്റി പുലർത്തി അവനെ വളർത്തുന്ന മാതാപിതാക്കൾക്കറിയാം അവന് വേണ്ടത് എന്താണ്. ഒരമ്മയും മോനും കൂടെ കൂടി, ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുള്ള, കടയിൽ പോയി ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയി മരുന്നൊക്കെ മേടിച്ചിട്ട് പോവുക. അപ്പോൾ പോകുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, പോകുന്ന വഴിക്ക് ഈ കുട്ടികൾ അത് കടയിൽ നിന്നുള്ള അത് ഇതും മേടിച്ച് കൊടുക്കരുത്, പ്രത്യേകിച്ച് ഈ ഗ്യാസ് മിഠായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, മേടിച്ച് കൊടുക്കരുത്. അങ്ങനെ രണ്ടുപേരും വന്ന് കടയിൽ വന്ന് അമ്മയും നിന്ന് മോനും നിന്ന്. മോന് എന്നാ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഗ്യാസ് മിഠായി വേണം. അമ്മ വൈദ്യനെ കണ്ണടച്ച് കാണിച്ച് കടക്കാരന്. കടക്കാരൻ പറഞ്ഞ്, അയ്യോ ഇല്ല, വേറെ മിഠായി ഉണ്ട്, ഗ്യാസ് മിഠായി ഇല്ല. അവനവിടെ കുറച്ച് ഒച്ച ഉണ്ടാക്കിയതിന് ശേഷം അവസാനം കൊടുത്ത് മിഠായി മേടിച്ചോണ്ട് പോയി. അവിടെ ആരും ഇല്ലാഞ്ഞിട്ടല്ല, നമ്മളിവിടെ നിന്ന് എനിക്ക് ഇന്ന്
ഇന്നത് വേണം, എൻ്റെ കടമൊന്ന് തീർന്നു തരണം കർത്താവ്, എനിക്ക് ഇത്ര ലക്ഷം രൂപ വേണം, എനിക്കൊരു വീട് വേണം, എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ ഇന്നതാണെന്ന് പറയുമ്പോൾ തന്നെ വസിക്കുമാറാക്കിയ ഇപ്പം ഈ പറഞ്ഞ ആത്മാവ് പറയും വേണ്ടട്ടോ. പിന്നെ ആളെ ഇവിടെ ഈ സഭയിലും കാണില്ല, പിന്നെ ഇവിടെ എങ്ങും കാണില്ല. അതുകൊണ്ട് കൊടുക്കരുത്. മനുഷ്യൻ പ്രാർത്ഥിച്ചത് ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒന്ന്, ഉള്ളിൽ നിന്ന് ആത്മാവ് പ്രാർത്ഥിക്കുന്നത് വേറെ. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, 2:26 പറഞ്ഞിരിക്കുന്നതാ, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമുക്ക് അറിയാൻ പാടില്ല. 8:26 വായിച്ചേ. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്നും നമുക്കറിയാൻ പാടില്ല. ഇങ്ങനെ വന്നിരുന്ന് തുടർച്ചയായിട്ട് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാമെന്നുള്ളതല്ലാതെ വേണ്ടും പോലെ പ്രാർത്ഥിക്കുന്നത് എന്തെന്നും അറിയാൻ പാടില്ല. അറിയാവുന്ന ഒരാളുണ്ട്, എന്നറിയാമോ? ഇതിൽ പിന്നെ അത് വായിച്ചോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. അപ്പോൾ നമ്മളൊന്ന് പ്രാർത്ഥിക്കുന്നു, നമ്മൾ വസിക്കുമാറാക്കിയ ഈ ആത്മാവ് വേറൊന്ന് പ്രാർത്ഥിക്കുന്നു. കൊടുക്കരുത്. അവൻ പറയുന്നു ഒരു കാരണവശാലും കൊടുക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു, നമ്മൾ കേൾക്കുന്നത്. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. ദൈവത്തിനകത്ത് പറയുന്നത്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, ബാക്കി അത് തന്നെ ഞാൻ ആഗ്രഹിക്കും. എൻ്റെ ഉള്ളിലെ ആഗ്രഹവും ചോദിച്ചത് ഒരുപോലെ. രണ്ട് പ്രാർത്ഥനയുടെ ഒത്തു വന്നു കഴിഞ്ഞാൽ ഇന്ന് മറുപടി പ്രാപിച്ച ഇവിടെ എഴുതേക്കോളൂ. ഈ രണ്ട് പ്രാർത്ഥന ഏതൊക്കെ പ്രാർത്ഥന? നമ്മൾ വസിക്കുമാറാക്കിയ ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ പ്രാർത്ഥിക്കുന്നതും നമ്മുടെ വാ തുറന്ന് പ്രാർത്ഥിക്കുന്നതും ഒരേപോലെയാണെങ്കിൽ സംശയം വേണ്ട, ഇന്നത് മറുപടി പ്രാപിച്ചിട്ടില്ലാതെ ഇവിടുന്ന് എഴുന്നേക്കില്ല. യാതൊരു മാറ്റവും ഇല്ല. വചനത്തിന് മാറ്റമുണ്ടോ? മാറ്റമില്ല. അതുകൊണ്ട് നമ്മളൊന്ന് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഏറ്റവും ആദ്യം അതിന് ഒരുക്കം ആവശ്യമാണ്. ഏതെങ്കിലും കാരണവശാൽ കർത്താവേ, ഞാൻ ഇന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ നിനക്ക് ഇഷ്ടമാണെങ്കിൽ, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നിന്റെ, അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് യാതൊരു നിബന്ധനയില്ല. എന്താ സങ്കീർത്തനം പറയുന്നത്? യഹോവ എൻ്റെ പ്രാർത്ഥന യാചനകളും കേട്ടതുകൊണ്ട് ഞാനങ്ങനെ യഹോവ എൻ്റെ പ്രാർത്ഥന യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ 15 വർഷമായി ഒരു കാര്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 15 വർഷമായി. ഈ 15 വർഷമായിട്ട് ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ 15 വർഷമായിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് ഇന്നും മറുപടിയില്ല. ഇന്ന് 15ാമത്തെ വർഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ വചനം പറയുന്നത് എൻ്റെ പ്രാർത്ഥന തന്നതുകൊണ്ടല്ല, പിന്നെയോ ഞാൻ ചോദിച്ച പ്രാർത്ഥന എനിക്ക് കിട്ടിയത് കൊണ്ടല്ല ഞാൻ സ്നേഹിക്കുന്നത്, പിന്നെയോ എൻ്റെ പ്രാർത്ഥന യാതൊരു കേട്ടതുകൊണ്ട് ഞാനത് സ്നേഹിക്കുന്നു, തന്നതുകൊണ്ട് സ്നേഹിക്കുക. അതല്ല എന്തൊരു സ്നേഹത്തറിയാം. ചോദിക്കുന്നത് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും സ്നേഹിക്കാത്തവരെ എല്ലാവരും സ്നേഹിക്കും. പക്ഷെ ഒറ്റക്കാര്യം യഹോവ എൻ്റെ പ്രാർത്ഥന യാതൊരു കേട്ടാൽ മതി, ബാക്കി അവൻ്റെ ഇഷ്ടം. കർത്താവിൻ്റെ വചനം പറയുന്നത് കർത്താവ് തൻ്റെ ഐഹിക ജീവിതകാലത്ത്, യേശു തൻ്റെ ഐഹിക ജീവിതകാലത്ത് മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നവനോട്, ആരോട് പ്രാർത്ഥിച്ചാലോടോ? വല്ലവരോടല്ല പ്രാർത്ഥിച്ച, മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ള ദൈവത്തോട്. ഒരാളോട് 1000 രൂപ ചോദിച്ചു. എനിക്ക് സ്പഷ്ടമായിട്ടറിയാം ആ ആളുടെ 1000 രൂപ ഇരിക്കുന്നുണ്ട്. തരാനുള്ള 1000 അല്ല, 10000 അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ച ആരോടാ? എനിക്ക് 1000 രൂപ തരാൻ കഴിവുള്ളവനോട് ഞാൻ ചോദിച്ചു. തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ളവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അഭയാചന കഴിച്ചു. എങ്ങനെ? വെറുതെ പ്രാർത്ഥിക്കല്ലേ? ഇത് എന്തൊക്കെയാ? ഉറച്ച നിലവിളി, കണ്ണുനീര്. ഇത് രണ്ടും പറഞ്ഞാൽ കൃത്രിമം ഉണ്ടാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നിലവിളിയും കണ്ണുനീരും എന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ പറ്റില്ല. അത് കണ്ടാൽ അറിയാം. ഉറച്ച, അതായത്
പാപബോധം നിമിത്തം കണ്ണുനീര് വരുന്ന ആരാ? കണ്ണുനീരിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം വിശദീകരിക്കാൻ സമയമില്ല. ഉറച്ച നിലവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിലവിളി കേട്ടാൽ അറിയാം. ആ നിലവിളി കേട്ടാൽ അറിയാം ആ നിലവിളി എവിടെ എത്തിയെന്ന്. യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് നിലവിളിച്ചത് സ്വർഗത്തിലെത്തി. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അഭയാചനം. യേശു എന്ത് ചെയ്തു? ഉറച്ച നിലവിളിയും കണ്ണുനീരോടും കൂടി അഭയാചനം കഴിച്ചു. ഭയഭക്തി നിമിത്തം ഉത്തരം കിട്ടി. ഭയഭക്തി നിമിത്തം ഉത്തരം കിട്ടി. ഭയവും ഭക്തിയും ഉണ്ടായിരുന്ന കാരണം ചോദിച്ചതിന് ഉത്തരം കിട്ടി. പക്ഷെ ആള് മരിച്ചോ? ഇല്ലേ? യേശു മരിച്ചില്ല. ചോദിച്ചത് ആരോടാ? 1000 രൂപ എനിക്ക് തരാൻ കഴിവുള്ളവനോടും കയ്യിലുള്ളവനോടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ അവൻ തന്നില്ല. ഇതുപോലെ മരണത്തിൽ നിന്ന് വിളിപ്പം കഴിവുള്ളവനോടാ യേശു കുറച്ച് നിലയോട് കണ്ണുകളോട് ഞാൻ മേടിച്ചത്. പക്ഷെ ആള് മരിച്ചു. പ്രധാന സ്വാതന്ത്ര്യം അതാണ് ഏത് പ്രാർത്ഥനയ്ക്കും പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചു, കർത്താവേ, എൻ്റെ ബുദ്ധിക്കും എൻ്റെ അറിവിനും നല്ലത് അതാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിന്റെ ഇഷ്ടം. ഒരു കാര്യമുണ്ട്, എനിക്കൊരൊറ്റ കാര്യം കേട്ടാൽ മതി. എൻ്റെ പ്രാർത്ഥന നീ കേട്ടാൽ മതി. എൻ്റെ പ്രാർത്ഥന കേട്ടാൽ മതി. നീ തന്നില്ലെങ്കിൽ എനിക്ക് വിരോധമില്ലെന്ന്. കാരണം ഇന്ന് എനിക്കത് തന്നാൽ നാളെ എനിക്ക് ആപത്തായി തീരുമെങ്കിൽ, ഇന്ന് എനിക്ക് പറഞ്ഞ കാര്യം നാളെ ആപത്തായിട്ട് തീരുമെങ്കിൽ. കാരണം കർത്താവിൻ്റെ വചനം പറയുന്നത് അവിടെ അവർ ചോദിച്ചത് അവൻ അവർക്ക് കൊടുത്തു. കൊതിയ ചോദിച്ചത് കൊടുത്തു. എന്തൊക്കെ വേണം നിനക്ക്? മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയുമോ? അന്നേരം മന്ന പൊഴിച്ചു. മന്ന നല്ല രസം, നല്ല ഭക്ഷണം. മാംസം കൂടെ കഴിക്കാം. മരുഭൂമിയിൽ ഇച്ചിരി ഇറച്ചി കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതും കൊടുത്തു. അവന് ചോദിച്ചതെല്ലാം കൊടുത്തു. പക്ഷെ അവന് എന്തൊക്കെ ചോദിച്ചു? ഭക്ഷണവും ചോദിച്ചു, ഇറച്ചിയും ചോദിച്ചു. രണ്ടും വയറ് നിറച്ചു കൊടുത്തു. അത് കഴിച്ച് കർത്താവ് കൊടുത്ത ആ ഭക്ഷണം കഴിക്കുന്നതിന് ദൈവത്തിന് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. പക്ഷെ അവരുടെ കൊതിക്ക് ബാക്കി പദം വന്നില്ല, മതി വന്നില്ല. ഇത് കഴിഞ്ഞ് പിന്നെ അടുത്തത് ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മനുഷ്യന്റെ ആവശ്യം എത്ര പറഞ്ഞാലും തീരില്ല, കൊതി വന്നുകൊണ്ടിരിക്കും. അതിനല്ല ആവശ്യത്തിന് തരുന്ന ആവശ്യത്തിന് ദൈവേഷ്ടപ്രകാരമാണ് യാചിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം കേൾക്കും. നമുക്ക് ആവശ്യമുള്ളത് ദൈവം തരുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ വേണ്ടത്, കർത്താവേ, ഞാൻ ദൈവസന്നിധിയിലേക്ക് അനവധി വിഷയങ്ങൾ വെച്ചു, അതെനിക്ക് ദോഷകരമായി തീരരുത്. നിന്റെ ഇഷ്ടപ്രകാരം തക്ക സമയത്ത് അത് നൽകി തരണം. ദൈവസഭ മുഖാന്തരം എനിക്കത് തരണം. ഇതാണ് ദൈവത്തിൻ്റെ സഭ. അപ്പോൾ രാജകോലാഹലം എന്താണെന്നും ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥിക്കുന്ന വിഷയം എന്താണെന്നും ഉള്ളതെല്ലാം ശ്രദ്ധയോടെ ജാഗരിച്ചിരുന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നത് നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥന ഏറ്റവും ഒരു അനുഗ്രഹമായി തീരും. കർത്താവിന് സ്തോത്രം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്